ബർത്ത്ഡേ ആണ്. എല്ലാവരും ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട പോലെ തന്നെ എൻ്റെ ബേബിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, ലാസ്റ്റ് മന്ത് 25th. അപ്പോൾ വാവയ്ക്ക് പപ്പ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, എൻ്റെ ബർത്ത്ഡേ ആണ്, എന്നെ വിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാവ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സെൻറ്റൻസ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ അവൾ ചെറിയ ചെറിയ വേർഡ്സൊക്കെ പറയലുള്ളൂ. അപ്പോൾ നമ്മളത് അതിൻ്റെ ഒരു വീഡിയോ എടുത്തു വെച്ചാണ് നിങ്ങൾ ആദ്യം കണ്ടത്. പിന്നെ നമ്മൾ അന്ന് നൈറ്റ് വാവയ്ക്ക് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അവൾക്കൊരു ഡ്രസ്സ് വാങ്ങിക്കാനും പിന്നെ ഒരു കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കേക്ക് 25th വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു കേക്ക് പീസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് 24th നൈറ്റ് അപ്പോൾ വാവേനെ കൊണ്ട് അത് കട്ട് ചെയ്യിപ്പിക്കുക കേട്ടോ. അപ്പോൾ വാവ ഇങ്ങനെ നമ്മൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ കേക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പീസ് കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്തത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ഷാർജയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഇൻസ്റ്റയിൽ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഡിന്നർ കഴിക്കാനായിട്ട് അവിടെ പോയിട്ടോ. അപ്പം നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ തന്നെ ചോദിച്ച് വാങ്ങിച്ചു. ഇത് പോത്തിൻ്റെ വാരിയൽ ഗ്രേവി ആയിരുന്നു. പിന്നെ ചിക്കൻ്റെ ഗ്രിൽഡ് ചിക്കനായിരുന്നു, ചാർക്കോൾ, അതും അവിടുത്തെ സ്പെഷ്യലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത് രണ്ടും കേട്ടോ ഓർഡർ ചെയ്ത്. പിന്നെ അതിൻ്റെ കൂടെ പൊറോട്ട, നാൻ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാവയ്ക്ക് അവൾ സ്പൈസി ഒന്നും കഴിക്കില്ല, അപ്പോൾ അവൾക്കൊരു കല്ലപ്പം ഓർഡർ ചെയ്തിട്ട് അവളത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ പോരാൻ നേരത്ത് അവർ നമുക്ക് വാവയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പം ഒരു കേക്കൊക്കെ വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടി, അവിടുത്തെ സ്റ്റാഫും പിന്നെ ഫുഡ് കഴിക്കാൻ വന്നവരും എല്ലാവരും നമ്മുടെ വാവയ്ക്ക് വിഷ് ചെയ്യുക കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ പാടുന്നുണ്ടായിരുന്നു. നമ്മളത് ആ കേക്കൊക്കെ അവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചത്. പിന്നെ നമ്മളിതാ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അപ്പം നമ്മൾ ഓൾറെഡി ഫുള്ളായി. നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെയും കേക്ക് കട്ട് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഫുള്ളായിരുന്നു. എന്നാലും നമ്മൾ ഓർഡർ ചെയ്ത കേക്ക് പിസ്തയുടെ ഫ്ലേവർ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഈ കേക്കും കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാവത മെഴുകുതിരിയൊക്കെ ഊതി നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി അവൾക്ക് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടോ വീണ്ടും. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ വാവയുടെ ബർത്ത്ഡേ വ്ളോഗ്. ടാറ്റാ, ബൈ.